ഇനി വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 3 പാർട്ടികളും അതിൻ്റെതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്നറിയാനായിട്ടുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ത്രികോണ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെയധികം വ്യക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും BJPക്കോ UDFനോ LDFനോ ഏതു പാർട്ടിക്കായിരിക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് പല തരത്തിലുമുള്ള പ്രവചനങ്ങളും അതുപോലെ തന്നെ സർവേ റിസൾട്ടുകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് BJPക്ക് ഇത്തവണ അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നഷ്ടപ്പെട്ട ആ ഒരു സീറ്റിന് പകരം ഇത്തവണ അക്കൗണ്ട് വീണ്ടും തുറക്കാനാകുമോ, അതല്ല എത്ര സീറ്റുകൾ, ഒന്നിൽ കൂടുതൽ സീറ്റുകൾ BJP ഇത്തവണ പിടിക്കുമോ? അതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു കനത്ത മുന്നേറ്റം തന്നെയാണ്. അതായത് 11 സീറ്റുകളിലോളം BJP നിലവിൽ മുന്നിലാണ് കേരളത്തിൽ എന്നുള്ളത് വളരെയധികം ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ട്വിസ്റ്റ് സംഭവിക്കുക? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ആ ഒരു മുന്നേറ്റം നിലനിർത്താനായിട്ട് BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമോ? ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ഏത് തരത്തിൽ BJPക്ക് ഇത്തവണ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും? രാജീവ് ചന്ദ്രശേഖർ എന്ന പുതുമുഖം BJPയുടെ ആ ഒരു തരത്തിൽ നേതൃസ്ഥാനത്തേക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കേരളത്തിൽ അത് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും BJPക്ക് എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യങ്ങൾ തന്നെയാണ് BJPയുടെ മുന്നിൽ നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യങ്ങൾക്കിടയിൽ തന്നെ BJPക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥലങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് കണക്കുകളിലേക്ക് തന്നെ പോകാം. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം 3 ജില്ലകളിൽ കേരളത്തിലെ 3 ജില്ലകളിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ. അത് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട സ്ഥലമെന്ന് പറയുന്നത് നമുക്ക് ആദ്യം തിരുവനന്തപുരം തന്നെ തുടങ്ങാം, തലസ്ഥാനം തന്നെ തുടങ്ങാം. തിരുവനന്തപുരത്ത് BJPക്ക് സാധ്യതകൾ കൂടുതൽ തന്നെയാണ് ഇത്തവണ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് കുറഞ്ഞത് BJPക്ക് അവിടെ അക്കൗണ്ട് തുറക്കാനെങ്കിലും ആകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അതായത് ഒരു സീറ്റെങ്കിലും BJPക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേടിയെടുക്കാൻ സാധ്യമാകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് കണക്ക് നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് BJP ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും BJP അവിടെ 3 സീറ്റുകളിൽ മുന്നിലാണ്, UDF 4 സീറ്റുകളിൽ മുന്നിലാണ്. അപ്പോൾ ആ ഒരു കണക്കടിസ്ഥാനത്തിലല്ല, അത് മാറ്റി നിർത്തിയാൽ തന്നെയും BJPക്ക് അവിടെ ഓൾറെഡി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലാതെ തന്നെയും തിരുവനന്തപുരത്ത് സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷമാണ് BJP അവിടെ ഇപ്പോൾ ഈ പറയുന്ന കോർപ്പറേഷൻ ഭരണത്തിന്റെ അതിൽ തന്നെയും BJP ആണ് അവിടെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. അവിടെ പല സ്ഥലങ്ങളിലും BJPക്ക് സ്വാധീനമുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് BJP അക്കൗണ്ട് തുറന്നതും, അതും നിയമത്ത് നിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് എങ്ങും തൊടാതെ അവിടെ സ്വാധീനമുള്ള സ്ഥലം തന്നെയാണെന്നത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2026 ആകുമ്പോഴത്തേക്കും BJP സംബന്ധിച്ചിടത്തോളം നിലവിൽ സാധ്യതകൾ അവിടെ വളരെയേറെ കൂടുതൽ തന്നെയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ 2 സീറ്റുകൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട നേമം സീറ്റ് എന്ന് പറയുന്നത് BJPക്ക് ഇത്തവണ നേടിയെടുക്കാൻ സാധ്യമാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. പക്ഷേ സ്ഥാനാർത്ഥി അത്രത്തോളം സ്ട്രോങ് ആവണം എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ BJPക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പാകത്തിനുള്ള ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോൾ നേമം സീറ്റ് ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പാർലമെന്റ് കണക്കിലേക്ക് പോയാൽ തന്നെയും BJP ബഹുദൂരം മുന്നിലാണ് അവിടെ. അതായത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 22,000-ലധികം വോട്ടുകളുടെ മുന്നിലാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ LDFന്റെയും UDFന്റെയും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് നിയമ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരെ പോലെ തിരുവനന്തപുരത്ത് അറിയുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരംകാർക്ക് അറിയുന്ന അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി അവിടെ ഇറക്കുകയാണെങ്കിൽ BJPക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അത് LDFിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും അത്ഭുതപ്പെടാൻ എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട്. ഇനി മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ പോലും BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അവിടെയും BJP സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് നിർത്തിക്കഴിഞ്ഞാൽ ആ സീറ്റ് BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും BJP സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവും അതുപോലെ തന്നെ നിയമവും വളരെ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത്
സ്ഥലത്ത് ഏത് മണ്ഡലത്തിൽ നിൽക്കുമെന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അദ്ദേഹം ഏത് സ്ഥലം തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഏറെ നിർണായകം. എന്തായാലും വിജയസാധ്യത ഏറ്റവും കൂടിയ ഒരു സ്ഥലം തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നേമമോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവോ കഴക്കൂട്ടമോ, അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് നേമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്ത് നിന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്ക് വിജയസാധ്യത നിലവിൽ ഏറ്റവും കൂടുതൽ തന്നെയാണെന്ന് അതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചും തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. ഒരു സീറ്റ് BJPക്ക് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് കിട്ടാനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് നമുക്ക് നോക്കാം. അതായത് ഈ പറയുന്ന തരത്തിൽ രണ്ടാമത്തെ ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയെ നമുക്ക് നോക്കാം. ആലപ്പുഴ ഇതിലൊന്നും പെടാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ ആലപ്പുഴ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ്. അതും വേറെ ആരുമല്ല, ശോഭാ സുരേന്ദ്രൻ നിന്നതുകൊണ്ട് തന്നെയും വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് കായംകുളമാണ് ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലം എന്ന് പറയുന്നത്. കായംകുളത്ത് നേടിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. പ്രത്യേകിച്ച് LDF കോട്ടയായിട്ടുള്ള LDFിൻ്റെ MLA ഉള്ള LDFിൻ്റെ സീറ്റായിട്ടുള്ള കായംകുളത്ത് BJPയുടെ ശോഭാ സുരേന്ദ്രൻ അവിടെ രണ്ടാം സ്ഥാനത്തെത്തുക എന്ന് പറയുന്നതും ഈ പറയുന്ന UDFിൻ്റെ വേണുഗോപാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രന് വെറും 1000 വോട്ടുകളുടെ മാത്രം ഡിഫറൻസിലാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയത്. അവിടെ LDF മൂന്നാം സ്ഥാനത്ത് പോവുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ആ സ്ഥലത്ത് കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി തീർച്ചയായിട്ടും 2026 സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ആലപ്പുഴയിൽ കായംകുളം സീറ്റ് BJPയിലേക്ക് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. ആ ഒരു സാധ്യത അവളെ വളരെയേറെ കൂടുതലാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. മറ്റാരും നിന്നാലും ഒരു കാര്യവുമില്ല. ശോഭയാണ് കായംകുളത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെങ്കിൽ വിജയസാധ്യത ശോഭയ്ക്ക് അവിടെ കൂടുതൽ തന്നെയാണ് എന്നത് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. തീർച്ചയായിട്ടും അവിടെ പലതരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ട്. പല രീതിയിലുമുള്ള ഈ കൊഴിഞ്ഞു പോക്കലുകൾ UDFിൽ നിന്നും LDFിൽ നിന്നും ഒക്കെ തന്നെ വളരെ വലിയ തോതിൽ കായംകുളത്ത് കാണപ്പെടുന്നു എന്നുള്ളതും വ്യക്തം തന്നെ. അത് BJPക്ക് അനുകൂല ഘടകമായിട്ട് മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ കായംകുളം മണ്ഡലം BJPയിലേക്ക് എത്തുന്ന സാഹചര്യം വളരെയേറെ കൂടുതൽ തന്നെയാണ്. ഇനി മൂന്നാമത് നമുക്ക് നോക്കേണ്ടത് തൃശ്ശൂരാണ്. മൂന്നാമത്തെ ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സ്ഥലമാണ്. BJPക്ക് ഒരു MP ഉണ്ടായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ MP സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സ്ഥലം, 75,000-ൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു വലിയ സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ ഏറ്റവും വലിയ ഒരു A ക്ലാസ് മണ്ഡലമായി ഇപ്പോൾ മാറിയിരിക്കുന്നു തൃശ്ശൂർ. ആ തൃശ്ശൂർ BJPയെ സംബന്ധിച്ചിടത്തോളം 6ഓളം മണ്ഡലങ്ങളിൽ BJP മുന്നിലാണ്. ആകെ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് UDFിന് മുന്നേറാനായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ BJPയുടെ ഒരു കുതിപ്പ് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയും അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം 1 2 സീറ്റുകൾ നേടാൻ പാകത്തിനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവിടെ നിർത്തുകയും BJP വളരെ വലിയ തോതിലുള്ള ഒരു പ്രചരണങ്ങൾ, അതായത് സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായ രീതിയിലോട്ടുള്ള കാര്യങ്ങളൊക്കെ BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തിയ കണക്ക് തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് വർക്ക് അല്ലെങ്കിൽ താഴെ തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രചരണ രീതികളൊക്കെ തന്നെ BJP അവിടെ നടത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ആ ഒരു ജനപിന്തുണ അത് തീർച്ചയായിട്ടും BJPക്ക് നിലവിൽ അവിടെ കൂടി വരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും സുരേഷ് ഗോപി പോലൊരു വ്യക്തി അവിടെ ജയിച്ചു കഴിഞ്ഞതിന് ശേഷവും പല കാര്യങ്ങളിൽ തൃശ്ശൂർക്കാർക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ പല സ്ഥലത്ത് നടക്കാൻ പോകുന്നത് ത്രികോണ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം 2 സീറ്റ് BJPക്ക് വിജയ സാധ്യത കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ തൃശ്ശൂരിൽ 2 സീറ്റുകളോളം. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് തൃശ്ശൂർ തന്നെയാണ്. പിന്നുള്ള സീറ്റുകളിൽ BJPയെ സംബന്ധിച്ചുള്ള ഒരു കടുത്ത പോരാട്ടം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു 50-50 ചാൻസ് ആയിട്ട് ചിലപ്പോൾ BJPക്ക് കിട്ടാതിരിക്കാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറാം. എന്നാലും 2 സീറ്റുകൾ BJPക്ക് പ്രതീക്ഷ വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അതിൽ തൃശ്ശൂർ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുക തന്നെയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും ആലപ്പുഴയും തന്നെയാണ് BJPക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന 3 ജില്ലകൾ എന്ന് പറയുന്നത്. ഈ ഒരു 3 ജില്ലകളിലും BJPയെ സംബന്ധിച്ച് ഈ 3 ജില്ലകൾ മാത്രം നോക്കുമ്പോഴത്തേക്കും BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് തന്നെ കുറഞ്ഞത് 4 അല്ലെങ്കിൽ 5 MLAമാർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് BJPയുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഈ 3 സ്ഥലങ്ങളിൽ അതിനിർണായകമായിട്ട് നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്
വളരെയധികം നിർണായകവും അതോടൊപ്പം തന്നെ വളരെയധികം ടൈറ്റായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ പലതരം അട്ടിമറികളും സംഭവിക്കാം. ഈ 3 സ്ഥലങ്ങളിൽ തന്നെ പലതരം അട്ടിമറികളും സംഭവിക്കാം. അത് ആർക്കൊക്കെ ഗുണകരമായി മാറും, ആർക്കൊക്കെ ദോഷകരമായി മാറും, അത് ഭരണത്തിൽ എത്താൻ ഭാഗത്തിന് LDF വീണ്ടും നേട്ടമായി മാറുമോ, UDF ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ, അതല്ല ഈ പറയുന്ന തരത്തിൽ BJP ഒരു അതിനിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും മാറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.